ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد النبي الأمي الحبيب العالي القدر العليم الجاه وعلى آله وصحبه وسلم. ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 16ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ നാം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. പരിശുദ്ധ ഇസ്ലാമിനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രചരിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നിയമപരമായി നടത്തുക, അതുപോലെ അതിനെതിരെയുള്ള ഏത് എതിർപ്പുകളെയും നിയമാനുസൃതം ചെറുത്തു തടയുക, ദീനിൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കാതെ ബൗദ്ധിക മേഖലകളിലും അതുപോലെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും നന്നായി പ്രവർത്തിക്കുക തുടങ്ങിയ അടിസ്ഥാന തത്വങ്ങളൊക്കെ ഇന്നലെ വായിച്ചു കേൾപ്പിച്ചു. അതുപോലെ ആ മഹത്തായ ഭരണഘടന രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് ഒപ്പിട്ട് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ അന്നത്തെ നിലവിലുള്ള 40 മഹാപണ്ഡിതന്മാരുടെ പേരുകളും ഇന്നലെ നാം വായിക്കുകയുണ്ടായി. ഭരണഘടന പോലെ തന്നെ പ്രസക്തമാണ് ഏതൊരു സംഘടനയുടെയും പതാക. ഇപ്പം നിങ്ങൾ നോക്കൂ, അതൊരു അലാമത്താണ്, ഒരടയാളമാണ്. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതാക എല്ലാ യുദ്ധങ്ങളിലുമുണ്ട്. എന്നാൽ ബദർ യുദ്ധത്തിൽ പ്രത്യേകം അതിൻ്റെ കൊടിയുടെ കളർ പറയുന്നുണ്ട്, വർണ്ണങ്ങൾ വിവരിക്കുന്നുണ്ട്. മോയിൻകുട്ടി വൈദ്യരത് മനോഹരമായി പാടുന്നുണ്ട്. ഇന്നത്തെ ബദർ കിസ്സപ്പാട്ടുകാരത് മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മെ ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടാൽ നാം ആ ലൊക്കേഷനിൽ എത്തി എന്ന് ധൈര്യമായി ഉറപ്പിക്കൽ എപ്പോഴാണ്? ഏത് സംഘടനയാണോ നമ്മെ പരിപാടിക്ക് ക്ഷണിച്ചതെങ്കിൽ ആ സംഘടനയുടെ തോരണങ്ങളും പതാകകളും പാറിപ്പറക്കുന്നത് കാണുമ്പോഴാണല്ലോ നാം അവിടെ എത്തി എന്ന് നാം ഉറപ്പിക്കുന്നത്. അപ്പോൾ പതാക ഏതൊരു സംഘടനയ്ക്കും അനിവാര്യമാണ്. ഭരണഘടന പോലെ പരിശുദ്ധവുമാണ്. ഇപ്പം ഇന്ത്യൻ പതാക അത് ഉയർത്തുന്നതിന് നിയമമുണ്ട്, അത് അയച്ചു വെക്കുന്നതിന് നിയമമുണ്ട്, അത് മടക്കി സൂക്ഷിക്കുന്നതിന് നിയമമുണ്ട്. ഭരണഘടനയെ അവഗണിക്കാൻ പാടില്ലാത്തതുപോലെ തന്നെ പതാകയും അവഹേളിക്കാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെയും പതാകയെയും നാം മാനിക്കുന്നു. അതുപോലെ തന്നെ ഏതൊരു സംഘടനയുടെയും പതാക അനിവാര്യമായതും അതിനെ നാം മാനിക്കേണ്ടതുമാണ്. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് തുടക്കകാലങ്ങളിൽ പതാക ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാനായ അഹ്മദ് കോയ ശാരിയാത്തി, അദ്ദേഹം തെന്നിന്ത്യ മുഫ്തിയാണല്ലോ, നമുക്കറിയാം ബറേൽവികളായ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നേതാക്കളും പണ്ഡിതരും പ്രവർത്തകരുമായ വലിയ ബന്ധമുള്ള ആളുമായിരുന്നു അഹ്മദ് കോയ ശാരിയാത്തി. അതുപോലെ തന്നെ SYSൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്ന B കുട്ടി ഹസൻ ഹാജിക്കും അതർ സ്റ്റേറ്റുകളുടെ പ്രവർത്തകരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ഇരുവരും വഴിയായിട്ടാണ് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചില സമ്മേളനങ്ങളിൽ ബറേൽവി സുന്നികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമയുടെ പതാക, ആ പതാക ഇവിടെ ചില സമ്മേളനങ്ങളിലൊക്കെ നാട്ടിയിരുന്നു എന്ന് കാണാം. ഓൾ ഇന്ത്യ സുന്നി ജമിയത്തുൽ പതാക ചില സമ്മേളനങ്ങളിൽ തുടക്കത്തിലൊക്കെ നാട്ടിയിരുന്നു. എന്നാൽ ഇത് സംബന്ധമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്തത് 29/12/1963 29/12/1963. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് താജുൽ ഉലമ KK സദഖത്തുല്ലാഹി ഉസ്താദ് അവറുകളായിരുന്നു. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവറുകളെ അധ്യക്ഷതയിൽ 29/12/63 ഞായറാഴ്ച കാസർഗോഡ് ജുമാഅത്ത് പള്ളിയിൽ ചേർന്ന മുഷാവറയാണ് കൊടി അന്തിമമായി അംഗീകരിച്ചത്.
അന്നത്തെ മിനിറ്റ്സ് നോക്കിയാൽ കാണാം ഓൾ ഇന്ത്യ സുന്നി ജമിയത്തുൽ ഉലമയുടെ പതാക അതിലുള്ള എഴുത്തില്ലാത്ത നിലയിൽ സമസ്തയുടെ പതാകയായി അംഗീകരിച്ചു. ഇത് 60-ാം വാർഷിക സൂവനീറിൽ കാണാം. അപ്പോൾ ബറേൽവികൾ ഉപയോഗിച്ചിരുന്ന കൊടി അതിൻ്റെ പച്ച ഭാഗത്ത് അടിയിൽ മുഴുനീള പച്ചയാണല്ലോ, ആ പച്ച ഭാഗത്തുണ്ടായിരുന്ന അറബി എഴുത്തുണ്ടായിരുന്നു, അത് ഒഴിവാക്കി ആ എഴുത്തിൻ്റെ പകരം അതും കൂടെ പച്ച കളറാക്കിയിട്ട് ആ എഴുത്ത് പാടെ ഒഴിവാക്കിയിട്ട് അതിൽ തായ്ഭാഗം മുഴുനീളമായി പച്ച. അതുപോലെ തന്നെ അതിൻ്റെ വെള്ള കളറുള്ള ഭാഗത്ത് പച്ച കളറിലുള്ള കുബ്ബ, റൗള ഷരീഫിൻ്റെ മുകൾ ഭാഗത്തുള്ള കുബ്ബ, അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വികാരമാണല്ലോ പച്ചക്കുബ്ബ എന്നത്. പച്ചക്കുബ്ബ നോക്കൂ, ആ പച്ചക്കുബ്ബയോട് പലർക്കും എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഒരു മൗലവി പ്രസംഗിച്ചല്ലോ, അയാളിപ്പോൾ അന്തരിച്ചത് കൊണ്ട് പേര് നമ്മൾ പറയുന്നില്ല. ആ മൗലവി പറഞ്ഞല്ലോ, ഞങ്ങൾക്കെങ്ങാനും സൗദി അറേബ്യയുടെ അധികാരം കുറച്ചു നേരത്തേക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യമായി ചെയ്യുക അവിടുത്തെ റോഡ് വികസനമോ അല്ലെങ്കിൽ അവിടുത്തെ പാവങ്ങളുള്ള പ്രശ്നം പരിഹരിക്കലോ ഒന്നും ആവില്ല. ഞങ്ങൾ എന്താണ് അവിടെ ചെയ്യുക, ആ റൗള ഷരീഫിൻ്റെ മുകളിലുള്ള പച്ചക്കുബ്ബ തല്ലി തകർക്കലായിരിക്കും. അപ്പോൾ അതിൻ്റെ വിരോധം ഈ മുസ്ലിം സമുദായത്തിൻ്റെ എതിരിലുള്ള, അതേ സമയത്ത് പേരിൽ ഈ സമുദായത്തോടൊപ്പം നിൽക്കുന്ന ചില ആളുകൾ പണ്ടേ അവർക്ക് റസൂലുള്ളാഹിയുടെ വിരോധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ് അവരുടെ വിശ്വാസം. മാത്രമല്ല ഒരു മനുഷ്യനും കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാവ് ആമിന ബീവി റളിയല്ലാഹു അൻഹയും അവിടുത്തെ ബഹുമാന്യരായ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവും കാഫറാണ് എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്നത്തെ മുനാഫിഖീങ്ങൾ ബഹുമാനിക്കാത്തതുപോലെ ഇവർ ബഹുമാനിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനെ ആദരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിൻ്റെ മുകൾ ഭാഗത്തുള്ള പച്ചക്കുബ്ബ അവർ തല്ലി തകർക്കുമെന്ന് ബീബ പറയുന്നു. പക്ഷെ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. ആ മൗലവി തന്നെ മരിച്ചുപോയി. അപ്പോൾ ആ കുബ്ബയോടുള്ള അതിൻ്റെ കളറിനോടും കുബ്ബയോടുമുള്ള ഒരു വിരോധം പണ്ടേ ഉണ്ട്. എന്നാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ക് വെക്കുന്നവരാണ്. അവിടുത്തെ ഖുർആൻ നിർദ്ദേശിച്ചതുപോലെ യുസല്ലിമു തസ്ലീമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ പരിപൂർണമായി കീഴ്പ്പെട്ട് ജീവിക്കണം. അങ്ങനെയാണല്ലോ അതിൻ്റെ അർത്ഥം. അർത്ഥം പലതും ഉണ്ടാവും, സലാം പറയണമെന്നൊക്കെ അർത്ഥം വെക്കാം. പക്ഷെ എത്രയോ മഹാന്മാരോ യുസല്ലിമു തസ്ലീമ, മുത്തുനബിക്ക് നിങ്ങൾ പൂർണ്ണമായും കീഴ്പ്പെടണം. അബി ഉമ്മി അങ്ങനല്ലേ, ഫിദാക്ക യാ റസൂലല്ലാഹ്, അങ്ങനെ അബി ഉമ്മി ഫിദാക്ക യാ റസൂലല്ലാഹ്. സഹാബത്ത് നബി തങ്ങളെ അഭിസംബോധനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നബിയെ ഞങ്ങളെ വാപ്പയൊന്നുമല്ല, ഞങ്ങളെ ഉമ്മയൊന്നുമല്ല, എല്ലാത്തിക്കും മീത നിങ്ങളാണ്. അൻത ഉമ്മുൻ അമ്മബുൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മുത്തുനബിയെ നിങ്ങൾ ഞങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്താണോ വാപ്പയുടെ സ്ഥാനത്താണോ? അല്ല നബിയെ, ഉമ്മയിലും ഉപ്പയിലും കാണാത്ത കാരുണ്യവും അങ്ങേയറ്റത്തെ വാത്സല്യവും അങ്ങയിൽ നിന്ന് ഞങ്ങൾ കാണുന്നല്ലോ, അനുഭവിക്കുന്നല്ലോ. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നതാണ് യഥാർത്ഥ ഒരു ഈമാനിൻ്റെ അടയാളം. നബിയെ അവർ മൂമിനാവുകയില്ല, ഖുർആനിൽ കാണാലോ, നബിയെ അവർ മൂമിനാവുകയില്ല, അവരുടെ വിഷയങ്ങളിൽ നിങ്ങളെ മധ്യസ്ഥനായി സ്വീകരിക്കുകയും നിങ്ങളെടുത്ത തീരുമാനത്തിൽ അവർക്ക് യാതൊരു മ്ലാനതയും യാതൊരു സംശയവുമില്ലാതെ അംഗീകരിക്കുകയും ചെയ്യണം. മാത്രം പോരാ, വയുസല്ലിമു തസ്ലീമ, അങ്ങേക്ക് അവർ കീഴ്പ്പെട്ട് ജീവിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന വിഭാഗമാണ് നാം സുന്നികൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിശ്വാസികൾ, അതിൻ്റെ അനുയായികൾ, അതിൻ്റെ സംഘാടകർ, അതിൻ്റെ പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ബറേൽവി സുന്നികൾ ഉപയോഗിച്ചിരുന്ന അവരുടെ പതാകയിൽ ആ പതാക അതേമാതിരി അംഗീകരിക്കുക, പക്ഷേ അതിൻ്റെ തായ് ഭാഗത്തുള്ള എഴുത്ത് വേണ്ട. അതുകൊണ്ട്
ആ പച്ച കുബ്ബ ആലേഖനം ചെയ്ത കൊടി അങ്ങനെ നിലനിർത്തുക എന്നത് ഇതാ നോക്കൂ. 29/12/63 ഞായറാഴ്ച KK സദഖത്തുള്ളാഹി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജുമാഅത്ത് പള്ളിയിൽ ചേർന്ന മുശാവറ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന അനുസരിച്ചാണ് സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ നാം പ്രവർത്തിക്കുന്നത്. ആ ഭരണഘടന ലംഘിക്കുന്ന വിഷയമേ ഇല്ല. ആ ഭരണഘടന ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ കോണി പോലെ വേറെ ആരുടെയെങ്കിലും മേലെ ചാരി നിർത്തിയെങ്കിലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന അന്ധവിശ്വാസവും നമുക്കില്ല. എന്നാൽ നിർഭാഗ്യം നമ്മുടെ ചില ഉലമാക്കൾ 983 കാലം, പ്രത്യേകിച്ച് അഖിലേന്ത്യാ ലീഗ് വന്ന കാലശേഷം അവർ അതായത് ഒരു 75-76 മുതൽ കുറേശ്ശെ തുടങ്ങി നമ്മൾ ചാരിയെങ്കിലേ പറ്റുള്ളൂ. ചാരൽ തന്നെ ഈ പ്രത്യേകമായ ഒരു കക്ഷിക്ക് ചാരണം. ആ വാശി പിന്നെ വീറായി മാറി അവർ 89 ഉറച്ചിരുന്നു. ആ വാശിയിൽ നമുക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റൂല. അതേസമയത്ത് 1926 ജൂൺ 26 വരക്കിൽ നിന്ന് പോയ തങ്ങൾ അധ്യക്ഷനായി പ്രവർത്തനം തുടങ്ങിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ പറയപ്പെട്ട 80 കാലഘട്ടം വരെയും എവിടെയും ചാരാതെ, അങ്ങനെ ചാരൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരിക എന്നല്ലാതെ ഈ മഹത്തായ പ്രസ്താവന ആരുടെയെങ്കിലും ആസനത്തിലോ അതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ചാരുന്ന വിഷയമില്ല എന്ന നിലപാടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കുണ്ടായത്. പക്ഷേ 89 ആയപ്പോൾ ചാരൽ വിഭാഗത്തിൻ്റെ വീറും വാശിയും കൂടി അവർ ചാരിയേ പറ്റുള്ളൂ. എത്രത്തോളം ബഹുമാന്യനായ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനമായിരുന്നു മിനിയാന്ന് 21-ാം തീയതി, ഇന്നലെ മെയ് 21-ാം തീയതി നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ദിനമായിരുന്നല്ലോ. ആ പ്രധാനമന്ത്രി എക്കാലത്തും ഓർക്കുന്ന ഒരു സംഗതിയാണ്, സുപ്രീം കോടതിയിൽ നിന്ന് ശരീഅത്തുൽ ഇസ്ലാമിന് എതിരെ ഒരു വിധി വന്നപ്പോൾ ആ വിധിയെ മറികടക്കാൻ വേണ്ടി പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിക്കുകയും ആ ബില്ലിനെ നഖശികാലം തൻ്റെ പാർട്ടിയിലെ ചില പ്രമുഖന്മാരിൽ അരുൺ നെഹ്റുവിനെ പോലുള്ള വലിയ പ്രമുഖന്മാരെ തന്നെ എതിർത്തപ്പോൾ ഇത് പൊളിറ്റിക്കലി അല്ല, ഇത് ഇവിടുത്തെ വലിയ ന്യൂനപക്ഷമായ എക്കാലത്തും ഇന്ത്യയുടെ ഭാഗമായി അതിൽ ലയിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന അവകാശ നിലനിൽപ്പിന് വേണ്ടിയുള്ള ബില്ലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മതപരമായ വിഷയമായതുകൊണ്ട് അതുമായി അറിയുന്ന പണ്ഡിതന്മാർക്ക് എന്നെ കാണാം, രാഷ്ട്രീയക്കാർക്ക് ഇതിൽ കക്ഷി ചേരേണ്ട ആവശ്യമില്ല എന്ന് ഉച്ചസ്ഥിരം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. അങ്ങനെ അദ്ദേഹം പ്രധാനമന്ത്രി നിങ്ങൾ പണ്ഡിതരെ നിങ്ങൾ വരൂ, ഈ ബില്ല് നിങ്ങൾക്ക് അനുകൂലമാകണം, ഇത് നിങ്ങൾക്ക് അനുകൂലമായ ബില്ലാണ്, ശരീഅത്തുൽ ഇസ്ലാമിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അബദ്ധങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ നമ്മളെ വന്ന് കണ്ട് നിങ്ങളെ വിഷയങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞു. ആ അടിസ്ഥാനത്തിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ അന്നത്തെ വൈസ് പ്രസിഡന്റിനെയും അഥവാ താജുൽ ഉലമ, ജോയിന്റ് സെക്രട്ടറിയെയും അഥവാ സുൽത്താനുൽ ഉലമ, അതിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഈ 3 പണ്ഡിതന്മാരെ ഡൽഹിയിലേക്ക് പറഞ്ഞേക്കാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രിയെ കാണാൻ മുശാവറയുടെ തീരുമാനം പിറ്റേ ദിവസം അത് പത്രത്തിൽ വാർത്തയായി. പത്രക്കാർക്ക് അത് കൗതുകമായി. കാരണം 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത് മുതൽ ഇതുവരെ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയെ കാണാൻ സമസ്ത തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പത്രങ്ങളിൽ അതിന് വലിയ കവറേജ് വന്നു. അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ചില പണ്ഡിതർ ഈ ചാരണം അപ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന വിഭാഗത്തെ കൂടുതൽ ചായ്പിക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ തീരുമാനത്തിൽ നിന്ന് അവർ വിട്ടുനിൽക്കുകയും മറ്റുള്ളവരെ പോകാൻ അനുവദിക്കാതിരിക്കുകയും അങ്ങനെ അച്ചടക്കത്തിൻ്റെ വാളുയർത്തിക്കൊണ്ട് ഇവർ ഈ ചാനൽ വിഭാഗം വരച്ച വരയിൽ നിന്ന് മാറാൻ പറ്റില്ല എന്ന ധാർഷ്ട്യം വന്നപ്പോഴാണ് അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഭരണഘടനയ്ക്ക് വിധേയമായി സമസ്ത സ്വന്തം കാലിൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന നിലക്ക് താജുൽ ഉലമ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ ബോഡി വിളിച്ച് പുനഃസംഘടിപ്പിച്ചത്. ഒരിക്കലും സമസ്ത പിളർന്നിട്ടില്ല. അനാവശ്യമായ
അനാവശ്യങ്ങളുണ്ടാക്കി സമത്വ കേരള ജമിയത്തുലമയുടെ അതിൻ്റെ സ്വത്വം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയും അതിനെ ഇനി ചാരി വെപ്പിച്ചെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന ദുർവാശി പിടിക്കുകയും ചെയ്തവരെ മാറ്റി നിർത്തി. ജനറൽ ബോഡി ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കാൻ തയ്യാറുള്ളവരെ കൂട്ടിപ്പുനഃസംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ആ ഭരണഘടനയുടെ സംരക്ഷണത്തിന് സമസ്ത കേരള ജമിയത്തുലമയുടെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പുനഃസംഘടിപ്പിച്ചത്. അന്ന് താജുൽ ഉലമ പുനഃസംഘടിപ്പിച്ചപ്പോൾ 1963 ഡിസംബർ മാസം 29 കാസർഗോഡ് ജുമാമത്ത് പള്ളിയിൽ വെച്ച് ചേർന്ന KK സദഖത്തുള്ളാഹി ഉസ്താദ് അധ്യക്ഷം വഹിച്ച് ചേർന്ന മുശാവറ തീരുമാനിച്ച അതേ കൊടി 63 മുതൽ സമസ്ത പിടിക്കുന്ന കൊടി, ആ കൊടിയുമായി താജുൽ ഉലമ പോന്നു. അപ്പോഴാണ് അതിനെ എതിർക്കുന്ന വിഭാഗം, ചാരൽ വിഭാഗം, അവർ കൊടി മാറ്റാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഇവർ കോൺഗ്രസ് എത്രയോ കഷ്ണങ്ങളായി പിളർന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു കൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ്സിൽ വലിയ പിളർപ്പ് വന്നപ്പോൾ കോൺഗ്രസ് ചിഹ്നം നഷ്ടപ്പെട്ടു. ചിഹ്നം നഷ്ടപ്പെട്ടപ്പോൾ കൈപ്പത്തി പുതിയ ചിഹ്നമായി അനുവദിച്ചപ്പോൾ ആ ചിഹ്നത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസ് കൊടിയിൽ ആ ചിഹ്നം ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ അവർ പ്രിന്റ് ചെയ്തു. എന്നാൽ ആ കൊടിയുടെ കളർ മാറ്റിയിട്ടില്ല. എത്രയോ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ട്, ഡസൻ കണക്കിന് കോൺഗ്രസ് ഉണ്ടായിട്ട് അതേ കളർ ചേഞ്ച് ചെയ്യാതെയാണ് അവർ കൊടി ഉപയോഗിച്ചത്. അതിനൊന്നും നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇനി നോക്കൂ, നമുക്ക് ഈ സമസ്ത കേരള ജമിയത്തുലമയുടെ സ്വത്വം നഷ്ടപ്പെടുത്തി അതിനെ വേറെ ഒരാളുടെ മേലെ ചാരിയിട്ടേ പ്രവർത്തിക്കാൻ പറ്റൂ എന്ന് വാശി പിടിച്ച വിഭാഗത്തിന് മുശാവറയുണ്ട്. ആ വിഭാഗത്തിൻ്റെ മുശാവറ അതിൻ്റെ ഒരു തീരുമാനമാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. അവരുടെ മുശാവറയുടെ തീരുമാനം, അവരെ ഇത് പുസ്തകങ്ങളും എൻ്റെ അടുത്തുണ്ട്, നമുക്ക് നോക്കാം. അവരുടെ മുശാവറ 24/2/1997 കൂടി. യഥാർത്ഥത്തിൽ ഈ കൊടി എന്നാ പാസ്സായത് 1963 ഡിസംബർ മാസം 29. അന്ന് മുതൽ അപ്പോൾ 63 ആകുമ്പോൾ 64, 65, 66, 67, 68, 69, 70, 71, 72, 73 അങ്ങനെ എണ്ണിക്കോടി 97 വരെ. എത്ര കൊല്ലം! എന്നിട്ട് ഇവർ 24/2/97 ചേർന്ന് അവരുടെ മുശാവറയിൽ തിരൂർക്കാട് ആലിക്കുട്ടി മുസ്ലിയാർ അവതാരകനും ഇബ്രാഹിം പുത്തൂർ ഫൈസി അനുവാദകനുമായി ഒരു പ്രമേയം കൊണ്ടുവന്നു. എന്താണ് ആ പ്രമേയത്തിലുള്ളത്? സമസ്ത കേരള ജമിയത്തുലമ 1945 മുതൽ തയ്യാറാക്കി അംഗീകരിച്ചു വരുന്നതും അതിൻ്റെ തെറ്റാണ്. 45 അങ്ങനെ തീരുമാനമല്ല, തീരുമാനം 29/12/63 പക്ഷെ ഇവർ പറയുന്നു സമസ്ത 45 മുതൽ അംഗീകരിച്ചു വരുന്നതും താഴെ പറയുന്ന രൂപത്തിലുള്ളതുമായ പതാക സമസ്ത കേരള ജമിയത്തുലമയുടെ ചിഹ്നമായി നിയമാവലിയിൽ ഉൾപ്പെടുത്തുവാനും ഇതേ ചിഹ്നമുള്ള ഈ പതാക ആധികാരിക അവരുടെ പതാകയായി അംഗീകരിക്കാനും ഈ യോഗം തീരുമാനിച്ചു. രണ്ടാൾ കൊണ്ടുവന്ന പ്രമേയമാണ്, അത് അവർ പാസ്സാക്കി. എന്നിട്ട് അവർ പറയുന്നു, നീളത്തിൻ്റെ 2 വീതി എന്ന തോതിലുള്ളതും തായ്ഭാഗം വീതിയുടെ 4/1 മുഴുവൻ നീളത്തിൽ പച്ചയും മുകളിൽ ഇടതുവശത്ത് ബാക്കിയുള്ള നീളത്തിൻ്റെ 1/3 മാന്തളിരും അതിൽ മുകളിലായി വെള്ളയിൽ ചന്ദ്രക്കലയും നക്ഷത്രവും നീളത്തിൽ പച്ച കഴിച്ചു ബാക്കി വരുന്നതായ ആകെ നീളത്തിൻ്റെ 2/3 വെള്ളയും വെള്ളയുടെ ഇടതുവശത്തായി നീലയിൽ മിനാമ്, നിലയിൽ നല്ല കേട്ടോ, വശത്തായി നീലയിൽ മിനാരവും അതിൻ്റെ വലതുവശത്തായി നീലയിൽ കുബ്ബയും ആലേഖനം ചെയ്യപ്പെട്ടതുമാണ് സമസ്ത കേരള ജമിയത്തുലമയുടെ ചിഹ്നം. ഇവ തന്നെ പതാകയായും ഉപയോഗിക്കുക. അതവർക്ക്. അപ്പോൾ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിൻ്റെ മേലെയുള്ളതാണ് കുബ്ബ. ആ കുബ്ബ പച്ചയാണെന്നും പച്ച എന്നതിനോട് മുസ്ലിങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയ ഇഷ്കുണ്ടെന്ന് എല്ലാവർക്കും ബോധ്യമല്ലേ. അപ്പോൾ അത് വേണ്ട, നീലം മുക്കുക. അപ്പോൾ അത് വേറൊരു കൊടിയാണ്. ആ കൊടി വന്നത് 24/2/97 അത് അവരുടെ സ്വന്തം കൊടിയാണ്.
അതേസമയത്ത് നിങ്ങൾ നോക്കൂ, ഞാൻ ഇത്ര ഖണ്ഡിതമായി പറയുമ്പം ബറേലവിക്കാർ ഉപയോഗിച്ച കൊടി ഇന്നും ഇവിടെ കിട്ടും, കാണാൻ കഴിയും നമുക്ക്. അത് നാം ഉപയോഗിക്കുന്ന സമസ്തയുടെ അതേ കൊടിയാണ്, അതേ കളറാണ്, അതേ മൂവർണ്ണക്കൊടിയാണ്, നക്ഷത്രാങ്കിത കൊടിയാണ്, കുബ്ബ പിന്നെ ആലേഖനം ചെയ്ത കൊടിയാണ്, പച്ച കുബ്ബ ആലേഖനം ചെയ്ത കൊടിയാണ്. എന്തേ വ്യത്യാസമുള്ളൂ? അതിൻ്റെ പച്ച മുഴുനീള പച്ചയിലുള്ള എഴുത്ത് മാറ്റിയതേ ഉള്ളൂ. അപ്പോൾ ആ കൊടി ഇന്നും കിട്ടുമല്ലോ. അപ്പം അതേ കൊടിയാണ് 63 ഡിസംബർ 29 സമസ്ത തീരുമാനിച്ചത്. ആ കൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റേ കൊടി ഇവർ 24/2/97 വന്ന കൊടിയാണ്. അതുമായി സമസ്തക്ക് യാതൊരു ബന്ധമില്ല. അപ്പം ഭരണഘടന അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന നാം സമസ്തയുടെ ഒറിജിനൽ കൊടിയുമായി മുന്നോട്ട് പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനവരതം തുടരാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആ കൊടി 1926 ജൂൺ 26 രൂപീകരിക്കുകയും അന്ന് മുതൽ ഉയർത്തിപ്പോന്ന ആശയങ്ങളിലും ആദർശങ്ങളിലും ഉറച്ചു നിൽക്കുകയും 29/12/63 അംഗീകരിച്ചതുമായ പതാക, ആ പതാകയുമായി നാം മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ പതാകയുമായി തന്നെ അതിൻ്റെ 100ാം വാർഷിക സമ്പൂർണ്ണ സമ്മേളനം നമ്മൾ നടത്തണം. അതിന് നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം നിർത്തുന്നു. റഹീമുർ-റഹീമായ റബ്ബ് മഹാന്മാരെ അംഗീകരിച്ച് മുന്നോട്ട് പോകാനും അവരെ സുംറയിലായി സ്വർഗത്തിൽ ഒന്നിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിരവധി ആളുകൾ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാരണവന്മാരിൽ പ്രധാനിയായിരുന്ന തിരൂരങ്ങാടി എം.എൻ. കുഞ്ഞി മുഹമ്മദ് ഹാജി ഒരു ചെറിയ ക്ഷീണത്തെ തുടർന്ന് തിരൂരങ്ങാടി സ്വകാര്യ ആസ്പത്രിയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റഹീമുർ-റഹീമായ റബ്ബ് അദ്ദേഹത്തിന് മറ്റു നമ്മളിലുള്ള രോഗികൾക്കും ആജിലായ ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.